ഹലോ ട്രേഡർ മറിച്ച് ഇന്നത്തെ ഈ ഒരു നമ്മൾ ഇന്ത്യക്ക് വേണ്ടി വാച്ച് ചെയ്തിരുന്ന ഇൻഫോസ് മോർണിംഗിൽ സി പി ആറിൻ്റെ താഴെ ഓപ്പൺ ചെയ്ത് നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിവൈസ് ചെയ്തു. പിന്നീട് നമ്മൾ ആ ഒരു ലെവലാണ് നമ്മൾ ഒരു ഷോർട്ട് പൊസിഷൻ എൻട്രിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, പക്ഷേ നമ്മൾ ആ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്, ആ ഒരു ട്രേഡ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാരണങ്ങൾ. ഓക്കെ, വീഡിയോ തുടർന്ന് കാണാൻ നിങ്ങൾ സജഷൻസ് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു സി പി ആറിൻ്റെ താഴെ ഓപ്പൺ ചെയ്ത് നല്ലൊരു സെൽ ഓഫ് വന്നു. പ്രൈസ് ഈ ഒരു ഏരിയ ആണ് റിവേഴ്സ് ചെയ്ത് അഗൈൻ ആ ഒരു ലെവലിലോട്ട് പിന്നീട് പ്രൈസ് ലെവൽ ട്രിഗർ ആയ സമയത്ത് ഒരു 11 o'clock 11:05 ആ ഒരു ക്യാൻഡിൽ പെർഫെക്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിരുന്നു. പക്ഷേ നമ്മൾ ആ വോളിയം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും വോളിയം കുറഞ്ഞു വരുന്നത്, ആ ഒരു മൊമെൻറ്റം ഇല്ലാണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം എന്ന് പറയുന്നത് സെല്ലേഴ്സ് അത്ര കോൺഫിഡൻസ് അല്ല എന്നുള്ളതാണ് ആ ഒരു വോളിയം ഡോട്ട് കാണിച്ചു തരുന്നത്. സോ ആ ഒരു വോളിയം കുറഞ്ഞു വരുന്നത് കണ്ട സമയത്ത് നമ്മൾ ആ ഒരു ട്രേഡ് എൻട്രി അവോയ്ഡ് ചെയ്തു. ദെൻ നമ്മൾ ഒരു 50 minutes ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അതിൻ്റെ 50 minutes ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് ഒരു ക്യാൻഡിൽ ഫോം ആയതിന് ജസ്റ്റ് നമുക്ക് 50 minutes ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് റിജക്ഷൻ എടുക്കാനുണ്ടായത്. പ്രൈസ് ആ ഏരിയയിൽ നിന്ന് പിന്നീട് റിവേഴ്സ് ചെയ്തു, ഈ തിരിച്ച് മുകളിലോട്ട് കയറാനുണ്ടായത്. ഏകദേശം ഈ ഒരു 18-15 ആ റേഞ്ചിൽ വന്നിട്ടാണ് പ്രൈസ് പിന്നീട് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. സോ ഈ